കംപ്ലൈൻ്റുള്ള കൊച്ചാണ് കൊച്ചു. ഈ കൊച്ച് ഹാർട്ട് കംപ്ലൈൻറ്റ്. ഇന്ന നാളെ ഇരിക്കുന്ന ഓപ്പറേഷന് ബാൾവില്ല. ബാൾവ് കംപ്ലൈൻ്റാണ്. ബാൾവിൽ രക്തവോട്ട ഇല്ല. ആ കൊച്ചാണ് ഇതാണ്ട് മലയത്ത് കിടക്കുന്നത്. ആ കൊച്ചാണ് അതാണ്ട് കിടക്കുന്നത് മലയത്ത്. അത് കേൾക്കണം അപ്പയോടെ മീൻ പിടിക്കാൻ പോയ എൻ്റെ അപ്പ ഇതുവരെ വന്നില്ലല്ലോ. ഇതുവരെ എന്തൊരു മറുപടി ഞങ്ങൾ കൊടുക്കാം, എന്തൊരു മറുപടി കൊടുക്കാം. ഈ മക്കള് അപ്പന് ചോദിക്കണം, എൻ്റെ പപ്പ എവിടെ അമ്മ, എൻ്റെ പപ്പ എവിടെ? ഞങ്ങൾ എന്തൊരു മറുപടി കൊടുക്കാം, ഞങ്ങൾ എന്തൊരു മറുപടി കൊടുക്കാം. ഇന്ന് 8 ദിവസമായിട്ട് ഇവരൊന്നും കണ്ടെത്തിയില്ലല്ലോ, ഇവരൊന്നും നടപടി എടുത്തിട്ടല്ലോ, ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾ എന്തൊരു ചെയ്യാം? ഈ 8 ദിവസം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഇരുന്നു. ഞങ്ങൾക്ക് ഇനി വീട്ടിൽ ഇരിക്കാൻ പറ്റൂല. ഒന്നിനും ഇവിടെ വണ്ടി കാറ് വരണം, ഞങ്ങളെ കയറി ഇറങ്ങി ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. ഇത് തന്നെ വഴി, വേറെ ഒന്നുമില്ല. ഞങ്ങളെ വണ്ടി വന്നാൽ കാറ് വന്നാൽ എത്ര മഴ പെയ്താലും ആ കൊച്ചിന് മഴ കൊണ്ടുവിടാം. ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ള കൊച്ചാണ്. ബാൾബിലി അതിന് ദൂരം കിടക്കണം, അതിന് രക്തവോട്ടയില്ല. അടുത്ത ആഴ്ച ഈ കൊച്ചിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണം. 1-2 രൂപയില്ല, 7-8 ലക്ഷം രൂപ കൊച്ചിന് വേണം. അത് പറഞ്ഞാണ് എൻ്റെ മോൻ പോയത് പണിക്ക്. കൊച്ചിനെ രക്ഷിക്കാനാണ് പറന്നു പോയത്. എൻ്റെ മോനെ കണ്ടില്ലപ്പാ, എൻ്റെ മോനെ കണ്ടില്ലപ്പാ. എൻ്റെ മോൻ എവിടെയപ്പാ പോയി, എൻ്റെ മോൻ എവിടെയപ്പാ പോയി? എൻ്റെ കൊച്ചിനെത്താ, എൻ്റെ കൊച്ചിനെത്താ, എൻ്റെ കൊച്ചിനെത്താ, എൻ്റെ കൊച്ചിനെത്താ. അയ്യോ എൻ്റെ കൊച്ചിനെത്താ. ഇത് കുടുംബം, ഷിജിന്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കാരണം 8 ദിവസമായി കടലിൽ കാണാതായിട്ട് ഇതുവരെ ഒരു കാര്യക്ഷമമായ ഒരു തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കുടുംബം നടത്തിയിട്ടില്ല എന്ന വലിയ ആരോപണം കുടുംബം ഉയർത്തുന്നു. കോസ്റ്റൽ ഗാർഡായാലും സർക്കാരായാലും വേണ്ട രീതിയിൽ ഒരു ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടില്ല വലിയ ആരോപണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബമൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രി ഒപ്പം തന്നെ കോസ്റ്റൽ മന്ത്രി എന്നടക്കമുള്ള ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു കാരണവശാലും ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന ഒരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഇപ്പൊ എന്താണ് കോസ്റ്റൽ ഗാർഡ് സംസാരിക്കുമ്പോൾ അവരൊക്കെ എന്താ പറയുന്നത്? അവരെന്താ പറയാ, അവര് നിസ്സഹായതാണ്. അവരുടെ നമ്മളൊന്നും ഒന്നും പറ്റൂല. ഇത് തീരുമാനം എടുക്കേണ്ടത് മന്ത്രിമാരെല്ലാം. അവര് പറഞ്ഞ അന്ന് രാത്രി ഇവര് വിചാരിച്ചെങ്കിൽ ആ 2 പേരെ രക്ഷിക്കായിരുന്നു. ഇവരുടെ ഇതാണ്, ഇവരുടെ കഴിവുകേടാണ്. ഈ കോസ്റ്റൽ പോലീസിന്റെ കഴിവുകേട്. അവർ രക്ഷിക്കായിരുന്നു, അവർ രക്ഷിച്ചില്ല, അത്ര തന്നെ. അന്ന് ആ വള്ളത്തിന്റെ അയാൾ ഒന്ന് പറഞ്ഞതാണ് ഇവരെ രക്ഷിക്കാൻ. ഇവരെ വിളിച്ചപ്പോ ഇവര് 3 ജാക്കറ്റ് കടലിൽ കൊണ്ടുവന്ന ജാക്കറ്റ് എടുത്ത് ആ വള്ളക്കാരന്റെ ഇത് എറിഞ്ഞിട്ട് കൊടുത്തോണ്ട് ഇവര് പറഞ്ഞതാണ് നിങ്ങൾ പോയി രക്ഷിക്കും. ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ചെയ്ത് ജഡമായിട്ടോ അല്ലെങ്കിൽ ജീവനോടെ കൊണ്ട് തരാൻ പറ അവരിന്, ഗവൺമെന്റിന്. ഒരു കലക്ടർ ഈ കുടുംബത്തിൽ വന്ന് സന്ദർശിച്ചില്ല, ഒരു മന്ത്രി വന്നില്ല, ഒരു മുഖ്യമന്ത്രി വന്നില്ല. എല്ലാരും വിഴിഞ്ഞത്ത് എഴുന്നള്ളിപ്പ് നടത്തി. എന്തിനാണ്? ഇവിടെ ഉള്ളവർക്ക് വിലയില്ലേ? ഇവിടെ ഉള്ളവർ പട്ടികളാ? ഈ വീട്ടിൽ ഒരു കലക്ടറിനെ എന്തെങ്കിലും വന്ന് സന്ദർശിച്ചുകൂടായിരുന്ന, ഒരു ആശ്വാസവാക്ക് പറഞ്ഞുകൂടായിരുന്ന? ഇവരെല്ലാം എന്ത് പട്ടികളാ? ഇരിക്കട്ടെ, അത് തന്നെ കൊണ്ട് തരാൻ പറ, ജീവനോടെ അല്ലെങ്കിൽ ജഡമായിട്ടെങ്കിലും കൊണ്ട് തരാൻ പറ. 8 ദിവസമായി ആ പെണ്ണ് വെള്ളം കുടിച്ചിട്ട്, ആ പെണ്ണ് വെള്ളം കുടിച്ചിട്ട് 8 ദിവസമായി. ആ ഭാര്യ വെള്ളം ഇറക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. പിള്ളേരെ കണ്ട മഴയത്ത് കിടന്ന് നനയുന്നു. ഇന്നലെ രാത്രിയും കൂടി കൊച്ചുങ്ങൾ അപ്പനെ ചോദിച്ചതാണ്, അപ്പ എന്തമ്മാ വരാത്തെ, അപ്പ എന്തമ്മാ വരാത്തെ എന്ന് പറഞ്ഞ് കൊണ്ട് കുടുക്കി. കൊച്ചുങ്ങളുടെ അപ്പനെ കൊണ്ട് കൊടുക്കി. വൈകാരികമായ ഒരു പ്രതികരണം തന്നെയാണ് കുടുംബം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചി,